സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ പേർക്കും ദൈവനാമത്തിൽ സ്വാഗതവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. 139 സങ്കീർത്തനം 23 വാക്യം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 139 സങ്കീർത്തനം 23 വാക്യം ദാവീദിൻ്റെ ഹൃദയശുദ്ധീകരണത്തിനായിട്ടുള്ള പ്രാർത്ഥനയാണ്. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ഒരു ദിവസം രാവിലെ മുറ്റത്തേക്കിറങ്ങി നോക്കുമ്പോൾ പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് കാണുവാനിടയായത്. കുറേ ദിവസങ്ങളായി പുല്ലുകൾ നീക്കം ചെയ്തിട്ടില്ലായിരുന്നു. 1 മണിക്കൂറോളം സമയമെടുത്ത് പുല്ലുകൾ നീക്കം ചെയ്തപ്പോൾ വലിയ ആശ്വാസം തോന്നി, സന്തോഷവും തോന്നി. കാടുപിടിച്ച അവസ്ഥയിൽ നിന്ന് മുറ്റത്തിന് ഒരു മോചനം ലഭിച്ചിരുന്നു. ഈ പ്രക്രിയയിലായിരുന്നപ്പോൾ സ്വന്തം ഹൃദയത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ സാധിച്ചു. മുറ്റത്ത് പുല്ലുകൾ പലപ്പോഴും വളർന്ന് ഒരു ദിവസം അത് 1 മണിക്കൂർ ജോലിക്ക് കാരണമായതുപോലെ എൻ്റെ ഹൃദയത്തിൽ ഇതുപോലെ ഏതെങ്കിലും പാപക്കറകൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടോ എന്ന ചിന്ത ഉണർത്തുവാൻ ഇടയായി. പിന്നത്തേതിൽ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും ശുദ്ധീകരണം പ്രാപിക്കുവാനും ഇടയായി. വ്യക്തിപരമായ പാപം ചെയ്യുന്നതിനുള്ള ഒരു പ്രേരണ മനുഷ്യ സഹജമാണ്. ഓരോ മനുഷ്യനും വ്യക്തിപരമായി പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ. ഇത് മനസ്സിലാക്കിയ ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ ഒന്നറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണമേ. ഉണ്ടെങ്കിൽ അതെന്നെ ഒന്ന് ഉണർത്തണമേ, ഓർപ്പിക്കണമേ, എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പാപത്തെ നമുക്ക് കാണിച്ചു തരാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനെ നീക്കം ചെയ്യുവാൻ ശ്രമിക്കുന്നത് എത്രയോ ബുദ്ധിപരമായ സമീപനമാണ്. മറ്റാരേക്കാളും ഉപരിയായി നമ്മെക്കുറിച്ച് എല്ലാം ദൈവത്തിന് അറിയാം. ദാവീദ് പിന്നെയും ഇപ്രകാരം തുടരുകയാണ്. 139 സങ്കീർത്തനം 6 വാക്യത്തിൽ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാവുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം വലിയതായിരിക്കുന്നുവെന്ന്, അഥവാ ഉന്നതമായിരിക്കുന്നുവെന്ന്. പാപം അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ കളകൾ പോലെ പറ്റിപ്പിടിക്കുമ്പോൾ അവയെ കണ്ടെത്താനും നീക്കം ചെയ്യാനുമുള്ള നമ്മുടെ തീരുമാനമാണ് പാപത്തെ നീക്കുവാനുള്ള ആദ്യത്തെ പോംവഴി. തുടർന്ന് നാം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
പാപമോചനം സാധ്യമായിത്തീരുന്നു. അത് നമ്മുടെ ഹൃദയമാവുന്ന നിലത്തെ വെടിപ്പാക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. യേശുവേ രക്ഷാദായകാ, നിന്റെ സന്നിധി വരുന്നു. എന്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ. എന്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ. ക്രൂശിങ്കൽ ജീവനെ തന്നത് എനിക്കായിട്ടല്ലയോ. ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായകാ, നിന്റെ സന്നിധി വരുന്നു. എന്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷയേ.